ഇവിടുത്തെ നിയമ സംവിധാനം. അപ്പം ഞാൻ എൻ്റെ കോളേജിൽ അങ്ങനെ ഒരു പീഡനം അനുഭവിച്ചിട്ട് പീഡിപ്പിച്ചവനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഞാൻ പുറത്ത് നിൽക്കുവാണ്. മനസ്സിലായല്ലോ? പീഡിപ്പിച്ചവനെ കോളേജ് മേലധികാരി CPM സർവീസ് സംഘടനയും പ്രൊട്ടക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ പുറത്തായിരുന്നത്. അപ്പം അങ്ങനെയുള്ള തെമ്മാടിത്തരത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അങ്ങനെയുള്ള തെമ്മാടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നല്ലൊരു ഞായറാഴ്ചയാണ് ഇന്ന്. രാവിലെ തന്നെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ശ്രീലത ടീച്ചറിൻ്റെ ഈ ഒരു തുണി ബഹിഷ്കരണമാണ്. എന്താ പറയുക, എത്ര പറഞ്ഞാലും ചെയ്താലും ഒരു നാണോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയുക? ഇവരിങ്ങനെ വന്നിരുന്നിട്ട് ഇവരുടെ ചാനലിലൂടെ ഇവരെന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ? ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ ചാനൽ അധികം നാളൊന്നും നിലനിൽക്കില്ല. അതിനുള്ള പരിപാടിയൊക്കെ അവർ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. കാരണം ഇതുപോലെ വന്നിരുന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇതുപോലെ തുണിയൊക്കെ ഊരുവാന്നുണ്ടെങ്കിൽ ചാനൽ തന്നെ നേരിട്ട് ഇവർക്ക് സ്ട്രൈക്ക് കൊടുക്കും. അതിൽ സംശയമൊന്നുമില്ല. കാരണം ഇതുപോലുള്ള അപരാധങ്ങൾ വന്നിരുന്ന് കാണിക്കുക. ഇതിലൊക്കെ എത്രയോ ഭേദം മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന സ്ത്രീകൾ. കാരണം അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം അവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്ത്രീ വന്നിരുന്നിട്ട് ഇവർക്ക് ഈ യൂട്യൂബിൻ്റെ സത്യം പറഞ്ഞാൽ പോളിസിയും കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചാനലിന് യൂട്യൂബ് തന്നെ നേരിട്ട് പണി കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയണത്. കാരണം ഇവർക്ക് ഇവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ഒരു കോളേജിൽ നിന്ന് ഏതോ ഒരു അധ്യാപകൻ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇവർ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഇവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് ഇവർ തുണി ഊരുക. ഇത് സത്യം പറഞ്ഞാൽ എന്തിൻ്റെ പ്രതിഷേധം ഇവർ കാണിക്കുന്നത്? ഇവർ പ്രതിഷേധം കാണിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ കോളേജിൽ പോയി പ്രതിഷേധം കാണിക്കുക. അല്ലാതെ ഇതുപോലെ യൂട്യൂബ് ചാനൽ തുറന്ന് വെച്ചിട്ട് ഇതുമാതിരി വേഷം കെട്ടലുകൾ കാണിച്ചാലോ? എത്രയോ ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതിൽ ഇതുപോലൊരു അധ്യാപിക, ഇവരാദ്യമൊക്കെ ഇവരുടെ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ? ഇവർക്കിതൊന്നും അല്ല പ്രശ്നം, ഇവർക്ക് വേറെ അസുഖം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇമ്മാതിരി പരിപാടികളൊക്കെ കാണിക്കുന്നത്. ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഒരു അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. എന്നിട്ട് യൂട്യൂബ് ചാനലിലൂടെ വന്നിരുന്നിട്ട് ഇമ്മാതിരി വേഷം കെട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആൾക്കാർ ഇവരുടെ വീട് തപ്പിച്ചെന്ന് ഇവർക്ക് വേണമെങ്കിൽ നല്ല പണി കൊടുക്കും. അതിൽ സംശയമൊന്നുമില്ല. ഇതൊക്കെ തന്നെ വെറുതെ അല്ല ഇവർക്ക് കോളേജിൽ നിന്ന് സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിടേണ്ടി വന്നത്. അവർ ഈ കോളേജിൽ പോയിട്ട് ഇമ്മാതിരി വേഷം കെട്ടലുകൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. അതാണ് അധ്യാപകരാണെങ്കിൽ പോലും എത്രയാണെന്ന് വെച്ചിട്ട് ആൾക്കാർ സഹിക്കുക. ഇതുപോലെ വന്നിരുന്നിട്ട് വേഷം കെട്ടൽ കാണിച്ചു. ഇപ്പം തന്നെ കണ്ടില്ലേ, വീഡിയോയുടെ മുന്നിൽ വന്നിരുന്നിട്ട് അവർ ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് അവർ ഊരി മാറ്റുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരുടെ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം അമ്മ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് വൃത്തികേടുകൾ കാണിക്കുന്നു. കൊച്ചു കുട്ടികളാണ് മക്കളെങ്കിൽ ഓക്കെ, പക്ഷേ ഇവർക്കുള്ള മക്കളെന്ന് പറയുന്നത് വലിയ മക്കൾ, കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. അവരൊക്കെ ഇത് കാണുന്നുണ്ടാവില്ലേ? എത്രത്തോളം നാണക്കേട്. ഇവർക്ക് മക്കളും പേരക്കിടാങ്ങളൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. എന്നിട്ട് ഇവർക്ക് ഒരു നാണോ ഇല്ല, ഉളുപ്പുമില്ല. ഇവർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ ഇവരൊന്നല്ലെങ്കിൽ ആ കോളേജിൽ പോയി അത് ചെയ്യട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇവരത് എവിടെയാണോ അത് പ്രതിഷേധം നടത്തുന്നത് അവിടെ പോയി ചെയ്യട്ടെ. അല്ലാതെ ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ വന്നിരുന്നിട്ട് ഒരു പക്ഷേ ഇവർ ഈ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അവരൊന്നും ഇവരുടെ യൂട്യൂബ് ചാനൽ പോലും നോക്കുന്ന പോലും ഉണ്ടാവില്ല. ഇവർ പറയുന്നത് ഇവരുടെ കോളേജിലെ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ ഇവർക്കെതിരെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ ഒരു അധ്യാപകനും എതിരെയാണ് ഇവർ ഈ ഒരു പ്രതിഷേധം കാണിക്കുന്നത്. ആദ്യം പ്രതിഷേധമായിരുന്നു. കുളിച്ച് അവസാനം ഇവർക്ക് തന്നെ മനസ്സിലായി കുളിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഇവർക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരും എന്നല്ലാതെ പ്രയോജനമൊന്നുമില്ലെന്ന് മനസ്സിലായി. ഇപ്പം ഇതാണ് ഇവരുടെ പരിപാടി. ഒന്നാമത് ഇവർക്ക് നല്ല ഏകദേശം ഒരു 19 വയസ്സിന് മേളിലുണ്ടാവും ഈ ഒരു സ്ത്രീക്ക്. അവർക്ക് നല്ല രീതിയിൽ ബോഡിയൊക്കെ നല്ല എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ ഇടത്തുള്ളൂ. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടില്ലേ എത്രത്തോളം വൃത്തികെട്ടൊരു രീതിയിലാണ് ഈ ഒരു സ്ത്രീ വന്നിരുന്ന് കാണിക്കുന്നത്. ഇവർക്ക് നാണമില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു അധ്യാപികയല്ലേ? അയ്യോ, ഇവരൊക്കെ എത്ര വർഷം എങ്ങനെ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്തു? ഇത്രയും ഒരു ജോലിയിൽ നിന്നൊരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണെന്നുള്ളത് കാരണം ഇപ്പോൾ 100% ഉറപ്പാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇവരുടെ വീഡിയോ ഇനി ചെയ്യരുത്. പക്ഷേ ഇമ്മാതിരി വൃത്തികേട് ഇവരുടെ ചാനലിൽ വന്നിരുന്ന് കാണിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇവർക്കെതിരെ പറയാതിരിക്കും? ഇവർക്കൊരു നാണവും ഉളുപ്പും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചാനലിൽ വന്നിരുന്നിട്ട് അങ്ങ് തുണി അഴിച്ച് അങ്ങോട്ട് പ്രതിഷേധിക്കുകയാണ്. ആരെ കാണിക്കാൻ വേണ്ടിയിട്ട്? ഇവർ ഈ തുണി അഴിക്കുന്നത് കാണാനായിട്ട് കുറേ അധികം ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവർക്ക് അത് തന്നെയാണ് ആവശ്യം, ഇവരുടെ യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ട് വരണം. ഈ ഒരു ഇഷ്യൂ, അതായത് ഇവരുടെ ഈ ഒരു കോളേജിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തോ 30,000 സംതിങ്ങിൽ കടന്ന് ഇവരുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 50,000-ന് മേളിലായി. എന്തുകൊണ്ടാണ്? ഇവരുടെ കുളിപ്രതിഷേധം, നഗ്നതാ പ്രദർശനം, ഇതൊക്കെ തന്നെ. ഇത് കാണാൻ ആഗ്രഹിച്ചല്ല ഇവരുടെ ഈ ഒരു പേക്കൂത്തുകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇവരെന്തോ സത്യം പറഞ്ഞാൽ ഒരു അധ്യാപികയാണ്.
ഇവരുടെ മാന്യമായിട്ട് ഇവരുടെ ജോലി ഇവർക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രതിഷേധിക്കേണ്ട രീതിയിൽ അത് എവിടെയാണോ പ്രതിഷേധിക്കേണ്ടത് അവിടെ പോയി പ്രതിഷേധിക്കണം. അല്ലാതെ ഇവരൊരു നല്ലൊരു രീതിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് ഇനി ആ ഒരു ജോലി കിട്ടാനേ പോകുന്നില്ല, അതിനുള്ള ഒരു യോഗ്യത ഇവർക്കില്ല. ഇവരെങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇത്രയും ഈ ഒരു മൈൻഡുള്ളൊരു സ്ത്രീ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ ഇവർക്ക് കഴിയും? ഇത്രയും വർഷം ഇവരെങ്ങനെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? കഷ്ടം തന്നെ. ഇതുമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നു. കുളിപ്രതിഷേധം കണ്ട് നമ്മൾ മടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ഓർത്തോ ഇനി അത് നിർത്തിയെന്ന്. അപ്പോൾ ദേ അടുത്തത് ഒരു നാണോ ഇല്ലാതെ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുവാണ്. ഈ ഒരു പ്രായത്തിൽ അവരിരുന്ന ഡ്രസ്സുകൾ, പിന്നെ അത് ഓർക്കട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരും എന്ത് ഡ്രസ്സ് ഇരിക്കുന്നത് അവരുടെ ഇഷ്ടം. പക്ഷേ അത് യൂട്യൂബ് ചാനലിലൂടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ അവരുടെ എല്ലാ സംഭവങ്ങളും എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ട് കാണിക്കുകയാണ് അങ്ങോട്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇവർക്ക് ഒരു നീതി ലഭിക്കാൻ പോകുന്നില്ല. കാരണം ഇവർക്ക് നീതി ലഭിക്കാനുള്ള ഒരു റൈറ്റ്സും ഇവരുടെ ഭാഗത്തില്ല. ഈ ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയുള്ള കുഴപ്പങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവരുടെ ജോലി പോയത്, ഇവർക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയതും. ഇപ്പോൾ ഒരു അധ്യാപകൻ ഇവരെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയെന്ന് പറയുന്നു. ഇവരുടെ യൂട്യൂബ് ചാനലിൽ നഗ്നതാ പ്രദർശനം ഉണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചു. ആൾ എഴുതി വെച്ചതിൽ എന്താണ് തെറ്റ്? അയാൾ എഴുതിയത് ഇല്ലാത്ത കാര്യമൊന്നുമില്ല. ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. ഇവർ യൂട്യൂബ് ചാനലിലൂടെ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ ഒരു അധ്യാപകനെ അങ്ങനെ എഴുതി വെച്ചത്. ഒരിക്കലും ആ അധ്യാപകനെ 100% നമ്മൾ സപ്പോർട്ട് ചെയ്യല്ല. കാരണം അയാൾ മദ്യപിച്ചൊക്കെ വന്ന് കോളേജിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അത് തെറ്റ് തന്നെയാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം. പക്ഷേ ഈ ഒരു സ്ത്രീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ കയ്യിലിരിപ്പുണ്ട് തന്നെയാണ്. ഇവർക്ക് ആ ജോലി വേണമെന്നുള്ള ശകലം പോലും ആത്മാർത്ഥതയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവർ ഏത് രീതിയിലും എവിടെ പോയി പ്രതിഷേധിക്കണം അവിടെ പോയി പ്രതിഷേധിക്കും. ഇതൊരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിട്ട് അങ്ങ് തുണി അഴിച്ച് അങ്ങോട്ട് കാണിക്കുക, കുളിച്ച് കാണിക്കുന്നു. അയ്യേ നാണമില്ല ഇവർക്ക്. കഷ്ടം തന്നെ. എനിക്ക് ഏറ്റവും സഹതാപം തോന്നുന്നത് ഇവരുടെ മക്കളോടാണ്. കാരണം അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ഇവരുടെ അമ്മ ഇമ്മാതിരി വേഷം കെട്ടലുകൾ യൂട്യൂബ് ചാനൽ, എത്രയോ ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. കഷ്ടം തന്നെ. എന്തായാലും